ബി ദിലീപ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ തത്സമയം ചേരുന്നു. ദിലീപ്, അങ്ങനെ നിലമ്പൂരിലെ മത്സരചിത്രം തെളിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും ചർച്ചയായതും കൗതുകമായതും ഇന്ന് PV അൻവർ നടത്തിയ പ്രതികരണമാണ്. എന്താണ് PV അൻവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു ആ പ്രതികരണത്തെ. കാരണം ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഉപാധികൾ മുന്നോട്ട് വെക്കുക എന്നതായിരുന്നു തന്ത്രം. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, അതിൽ തന്നെ ഇപ്പോൾ PV അൻവർ അപഹാസ്യനാവുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ അത് പലയിടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്ന് വരും. സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ട്രോളുകൾ നിറയുന്നു. മുന്നണികളെല്ലാം തന്നെ ആ വിഷയത്തെ ആ രീതിയിൽ തന്നെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ PV അൻവർ അങ്ങനെ ചിത്രത്തിൽ ഉണ്ട്, മത്സര രംഗത്തുണ്ട്. പക്ഷേ ഈ അവസാന ഉപാധികളൊക്കെ തന്നെ UDF അതേ രീതിയിൽ തള്ളിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഒടുവിൽ നിലമ്പൂരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇനിയിപ്പോൾ ദിവസങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? ഈ പ്രചാരണത്തിൽ PV അൻവർ എത്രമാത്രം പങ്കെടുക്കും, അത് ഏതൊക്കെ മേഖലകളിലായിരിക്കും, അതൊക്കെയുള്ള ഒരു ചിത്രം ഇന്ന് തെളിയുന്നുണ്ടോ? പ്രജിൻ, നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇന്നായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് അവശേഷിക്കുന്നത്. 10 പേർക്കും ചിഹ്നം അനുവദിച്ചുകൊണ്ടും ഇന്ന് തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. PV അൻവർ മത്സര രംഗത്ത് നിന്ന് മാറിയേക്കും എന്ന അഭ്യൂഹം വളരെ ശക്തമായിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് PV അൻവർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുന്നു. 2016-ലും 2021-ലും PV അൻവർ വിജയിച്ചത് ഓട്ടോറിക്ഷ അടയാളത്തിലാണ്. പക്ഷേ ഇത്തവണ ഓട്ടോറിക്ഷ ലഭിച്ചില്ല. മുൻഗണനാക്രമം അനുസരിച്ച് PV അൻവർ ആവശ്യപ്പെട്ടിരുന്നത് ഓട്ടോറിക്ഷയായിരുന്നു. ഓട്ടോറിക്ഷ, കത്രിക, കപ്പും സോസർ എന്നിങ്ങനെ 3 ചിഹ്നങ്ങളാണ് ആവശ്യപ്പെട്ട്, 3 ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അതിൽ 1, 2, 3 എന്ന ക്രമത്തിൽ PV അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഒന്നാമതായി ആവശ്യപ്പെട്ട ഓട്ടോറിക്ഷ അനുവദിച്ചില്ല. അതിന് കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചിഹ്നമാണ് ഓട്ടോറിക്ഷ. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ജോസഫ് ഗ്രൂപ്പിന് ഓട്ടോറിക്ഷ ചിഹ്നമായി അനുവദിച്ചത്. അതുകൊണ്ട് ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യ വരണാധികാരി അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് രണ്ടാമതായി ആവശ്യപ്പെട്ട കത്രിക എന്ന ചിഹ്നം PV അൻവറിന് അനുവദിച്ചിരിക്കുന്നത്. തന്നെ കുടുക്കിയ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കത്രിക പൂട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ചിഹ്നം ലഭിച്ചതിന് ശേഷം PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റൊന്ന്, PV അൻവർ ഇന്ന് രാവിലെ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിന് വെച്ച ഉപാധിയാണ്. അതിനെ പരിഹാസ്യമായാണ്, അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടാണ് UDF നേതാക്കൾ അതിനോട് പ്രതികരിച്ചത്. PV അൻവറും ഏതു നിലയിലാണ് അത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയോ വനം മന്ത്രി സ്ഥാനമോ ലഭിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണം. ഈ ആവശ്യങ്ങളോടൊന്നും അനുകൂലമായല്ല UDF നേതൃത്വം പ്രതികരിച്ചതെന്ന് മാത്രമല്ല, ഈ ആവശ്യത്തെ പരിഹസിച്ച് തള്ളുകയും ചെയ്തു UDF നേതൃത്വം. ഏതായാലും വരും ദിവസങ്ങളിൽ PV അൻവർ നേടാൻ പോകുന്ന വോട്ടുകൾ, PV അൻവറിന്റെ പ്രചരണ മേഖല എന്തായിരിക്കും എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിലെ അറിയാനുള്ളൂ. ഞായറാഴ്ചയോടുകൂടിയായിരിക്കും PV അൻവർ സജീവമായി പ്രചരണ രംഗത്ത് ഇറങ്ങുക. ഇപ്പോൾ നിലവിൽ അദ്ദേഹം സജീവ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരുന്നില്ല. അതും ഒരു അഭ്യൂഹത്തിനൊക്കെ വഴിമരുന്നിട്ടതാണ്. കാരണം ഇന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ. പക്ഷേ ചിഹ്നം അനുവദിച്ചതിന് ശേഷം അദ്ദേഹം പ്രധാനപ്പെട്ട മാർക്കറ്റിലൊക്കെ പോയി ഇന്ന് വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഞായറാഴ്ച മുതൽ അദ്ദേഹം സജീവമാകും. മത്സര രംഗം വളരെ വ്യക്തമായിരിക്കുകയാണ്. നിലമ്പൂരിൽ PV അൻവർ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് അവശേഷിക്കുകയാണ്. ബി ദിലീപ് കുമാറാണ് നിലമ്പൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ PV അൻവറിന്റെ മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിൽ എന്ന് ഇപ്പോഴും അത് വ്യക്തമല്ല. കാരണം ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. ഇന്നിപ്പോൾ UDF മുന്നിൽ വെച്ച ഉപാധികൾ പോലും അത് അസാധാരണമാണ്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ